السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. بسم الله الرحمن الرحيم. لما دعا الله داعينا لطاعته بأكرم الرسل كنا أكرم الأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഖസീദത്തുൽ ബുർദ ആശയ വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഖസീദത്തുൽ ബുർദയുടെ 119ാമത്തെ ക്ലാസ്സാണിത്. 117ാമത്തെ വരിയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സഹോദരന്മാരെ, ഈ വോയിസിൽ പ്രധാനമായി ഞാൻ ഒരു വരി ചർച്ച ചെയ്യുന്നില്ല. അതിന് പകരം കഴിഞ്ഞ വരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ് ഏറ്റവും ബഹുമാന്യരും ശ്രേഷ്ഠരുമായി ഉമ്മത്തി എന്ന് നമ്മൾ പറഞ്ഞു വെച്ചല്ലോ. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം മുതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരുടെ സമുദായങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ഈ സമുദായത്തിന് ധാരാളം ഓഫറുകൾ, ധാരാളം ഇളവുകൾ നൽകിയതായി കാണാം. അവയിൽപ്പെട്ട ചില ഇളവുകളും പ്രത്യേകതകളുമാണ് ഈ വോയിസിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറഞ്ഞു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ മുഹമ്മദ് നബിയെ, അങ്ങയുടെ സമുദായത്തിന് ഞാൻ സമ്പത്ത് വല്ലാതെ വർദ്ധിപ്പിക്കൂല, ഒരുപാട് സമ്പത്ത് നൽകൂല. പാകത്തിനുള്ള സമ്പത്തേ നിങ്ങളുടെ സമുദായത്തിന് കൊടുക്കൂ. കാരണം ഖിയാമത്ത് നാളിൽ അവരുടെ വിചാരണ ദീർഘിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അത് ഒരു പ്രത്യേകതയാണ് ഉമ്മത്ത് മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളിൽ ധാരാളം സമ്പത്ത് അധികരിച്ചു. അതിനാൽ ലോകം മുഴുവൻ അടക്കി ഭരിച്ച ആൾക്കാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ മുത്തുനബിയുടെ സമുദായത്തിന് അങ്ങനെ വരൂല. അത് ഹിസാബ് കുറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് സമ്പത്ത് ധാരാളം ലഭിക്കൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഞാൻ എൻ്റെ സമുദായത്തിൻ്റെ മേൽ പേടിക്കുന്നത് സമ്പത്ത്, ധാരാളം സമ്പത്തുണ്ടാകലിനാണ്. അത് കഴിഞ്ഞുപോയ സമുദായത്തെ ഒക്കെ അല്ലാഹു തആല നശിപ്പിച്ചത് ധാരാളം സമ്പത്ത് അവർക്ക് നൽകി. അവരതിൽ അഹങ്കരിച്ചു. അങ്ങനെ അള്ളാഹു കുറെ സമുദായങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭയപ്പെട്ട ഒരു സംഭവം കൂടിയാണ് എന്ത്? ഈ സമ്പത്ത്. മറ്റൊന്ന്, അവരുടെ ആയുസ് വല്ലാതെ നീട്ടിക്കൊടുക്കൂല. മുത്തുനബിയുടെ ആയുസ് വല്ലാതെ, മുൻകഴിഞ്ഞു പോയ ആൾക്കാർക്ക് ഒരുപാട് ആയുസ് ഉണ്ടായി. കാരണം നീട്ടിയാൽ അവരുടെ ഹൃദയം വല്ലാതെ കടുത്തുപോകും. പെട്ടെന്നുള്ള മരണങ്ങളും അവർക്ക് നൽകും. അതുകൊണ്ട് ആയുസ് വളരെ കുറവാണ്. അങ്ങയുടെ ഉമ്മത്തിന്, പിന്നെ അങ്ങയുടെ സമുദായത്തെ പെട്ടെന്ന് ഞാൻ മരിപ്പിച്ചു കളയൂല. കാരണം ദുനിയാവിൽ നിന്ന് തൗബ കൂടാതെ അവർ ആഖിറത്തിലേക്ക് വരേണ്ടി വരും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് മറ്റുള്ള സമുദായത്തെ അപേക്ഷിച്ച് അങ്ങയുടെ സമൂഹത്തിന് പെട്ടെന്നുള്ള മരണം കുറവായിരിക്കും.
അതുകൊണ്ടാണ് സമുദായത്തിൽ വെച്ച് അവസാനത്തെ സമുദായമാക്കി അങ്ങയുടെ സമുദായത്തെ ഞാൻ പിന്തിപ്പിക്കുന്നത്. എന്തിനാത്? ഖബറിൽ ദീർഘകാലം അവരെ കടക്കാതിരിക്കാൻ വേണ്ടിയാണ്. ആദം നബിയുടെ കാലം മുതൽ കാലത്തുള്ളവർ എത്ര കാലം ഖബറിൽ കിടക്കണം? അവര് വിഷമം അനുഭവിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് അവസാനത്തെ ഉമ്മത്താക്കിയത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ സംഭവം തഫ്സീർ റൂഹുൽ ബയാനിൽ നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കിയാൽ വളരെ വ്യക്തമായി കാണാം. അതുപോലെ മറ്റു ചില പ്രത്യേകതകൾ, ഒന്ന് ഗനീമത്ത് സ്വത്ത്. ഗനീമത്ത് സ്വത്ത് ഹലാലായത് ഈ ഉമ്മത്തിന് മാത്രമേയുള്ളൂ. അതുപോലെ ഭൂമിയിൽ എവിടെ വെച്ചുകൊണ്ടും നിസ്കരിക്കാം എന്ന പ്രത്യേകതയും ഈ ഉമ്മത്തിന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഭൂമിയിലെ മണ്ണ് കൊണ്ട് അംഗശുദ്ധി വരുത്താം. വുളൂഇന് വെള്ളം കിട്ടാതിരിക്കുമ്പോൾ തയമ്മം ചെയ്ത് നിസ്കരിക്കാമല്ലോ, തയമ്മം ചെയ്ത് നിസ്കരിക്കാമല്ലോ. അത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ വുളൂ എന്ന പ്രത്യേകത അത് മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുൻകഴിഞ്ഞുപോയ അമ്പിയാക്കൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ സമൂഹങ്ങൾക്ക് വുളൂ എന്ന പ്രത്യേകത ഇല്ലായിരുന്നു കേട്ടോ. അമ്പിയാക്കൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സമൂഹങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാളിൽ വുളൂ എടുത്ത കാരണം നമ്മുടെ സമുദായത്തെ അല്ലാഹു തആല ഖുർആൻ മുഅജ്ജലീൻ, കൈകാലുകൾ വെളുത്തവരെ എന്ന് വിളിക്കുമെന്നും, അതുകൊണ്ട് വുളൂ ചെയ്യുമ്പോൾ കൈകാലുകൾ നീട്ടി കൈകണമെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി പല ഹദീസിലും കാണാം. അപ്പോൾ വുളൂ ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഖിയാമത്ത് നാളിൽ വുളൂഇനാലുള്ള ആ ഒരു പ്രത്യേകതയും ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയിൽപ്പെടും. അതുപോലെ 5 വക്ത് നിസ്കാരം മുഴുവനായിട്ടും നിസ്കരിക്കാൻ നമുക്ക് മാത്രമായിരുന്നു. 5 വക്ത് കൃത്യമായിട്ട് നിസ്കരിക്കാൻ നമുക്ക് മാത്രമേ, മുത്തനബിയുടെ ഉമ്മത്തുകൾക്ക് മാത്രമേ അത് നിർബന്ധമായിട്ടുള്ളൂ. മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളിൽ പലർക്ക്, ഓരോരുത്തർക്ക് ളുഹർ, ചില ആൾക്കാർക്ക് അസ്ർ എന്നിങ്ങനെയായിരുന്നു അവരുടെ നിസ്കാരങ്ങൾ. അങ്ങനെ ഈ 5 വക്തും ഉണ്ടായത് ഈ ഉമ്മത്തിന് മാത്രമാണ്, നമുക്ക് മാത്രമാണ്. അതുപോലെ നിസ്കാരത്തിന്റെ മുമ്പ് ബാങ്കും ഇഖാമത്തും കൊടുക്കുന്ന ഒരു ശൈലി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയുന്ന ഒരു ശൈലി, ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് മാത്രം ഉണ്ടായതാണിത്. അതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിന്റെ പ്രതിഫലം കുല്ലു അംറിൻ സീബാലില്ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ, ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏതൊരു കാര്യത്തിനും ബർക്കത്തില്ല എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞത്. ഈ ആയത്തിന്റെ പ്രതിഫലം എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം അത് നമുക്കാണ് കിട്ടിയത്. കാരണം അത് ഖുർആനാണ്. ഖുർആൻ നമുക്കാണ് അല്ലാഹു തആല നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി തന്നതാണ്. അത് നമുക്കാണ് കിട്ടിയത്. അതുപോലെ നിസ്കാരത്തിൽ മലായിക്കത്തുകൾ സഫ് നിൽക്കുന്നത് പോലെ, മലായിക്കത്തുകൾ സഫ് നിൽക്കുന്നത് പോലെ സഫ് നിൽക്കൽ ഈ ഒരു സമ്പ്രദായം ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അതുപോലെ ജുമുഅ നിസ്കാരം ഈ ഉമ്മത്തിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ വെള്ളിയാഴ്ചയിലെ പ്രത്യേകതകൾ, വെള്ളിയാഴ്ചയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്, പ്രതിഫലങ്ങളുണ്ട്. അത് ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതകൾ ആണ്. സൂറത്തുൽ കഹ്ഫ് മുതൽ അതുപോലെ വെള്ളിയാഴ്ച ഒരു ദിവസമുണ്ട്, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു സമയമുണ്ട് വെള്ളിയാഴ്ച. അതുപോലെ വിശുദ്ധമായ റമദാൻ, വിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട മാസം, ഖുർആൻ ഇറക്കപ്പെട്ട കാരണത്താൽ റമദാനിന് ധാരാളം പ്രത്യേകതകൾ അല്ലാഹു നൽകി. അപ്പോൾ റമദാൻ മാസത്തിലെ ലൈലത്തുൽ ഖദർ ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ റമദാൻ മാസത്തിൽ പിശാചുക്കളെ ചങ്ങലക്കിടുന്നു, നരകത്തിന്റെ വാതിലുകൾ അടക്കുന്നു, തൗബയുടെ വാതിലുകൾ തുറക്കപ്പെടുന്നു, മഗ്ഫിറത്ത് ഇത്ഖു മിനന്നാർ അടക്കം. അതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പ്രത്യേക നോട്ടങ്ങൾ
അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രത്യേകതകൾ. അതുപോലെ റമദാൻ മാസത്തിൽ അല്ലാഹു തആല സ്വർഗം അലങ്കരിക്കും. മലായികത്ത് ഓരോ രാത്രിയും നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. അങ്ങനെ ഈ റമദാൻ മാസം വിട്ട് കടക്കുമ്പോഴേക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന്റെ മുഴുവൻ ദോഷങ്ങളും അല്ലാഹു തആല വിട്ടുപൊറുക്കും. അതുപോലെ അത്തായം കഴിക്കൽ, നോമ്പ് തുറക്കൽ, ഉള്ളരിക്കൽ, അങ്ങനെയുള്ളത് ഒക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ മുസീബത്ത് ഉണ്ടാകുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നതും ഈ സമുദായത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ ഈ ഉമ്മത്തിന് കർക്കശമായ ഒരു ബുദ്ധിമുട്ടും അള്ളാഹു ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ മറവി സംഭവിച്ചാൽ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുകയില്ല. നമ്മുടെ ശരീഅത്ത് പരിപൂർണമായ ശരീഅത്താണ്, എന്നെന്നും നിലനിൽക്കുന്നതാണ്. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം ഒരു ലലാലത്തിന്റെ മേൽ അവർ ഒരുമിച്ച് കൂടൂല. എല്ലാവരും കൂടി ഒരു തെറ്റിന്റെ മേൽ ഒരുമിച്ച് കൂടൂല. സത്യത്തിന്റെ മേൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം എപ്പോഴും ഉണ്ടാകും. ലാ യസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എന്റെ സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം എപ്പോഴും സത്യത്തിന്റെ മേൽ നിലനിന്നുകൊണ്ടേയിരിക്കും. എല്ലാരും കൂടിയും ദൗലാപ്പിയവിൽ നിൽക്കൂല. അതുകൊണ്ടാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മത്ത് എല്ലാരും കൂടി ശിർക്ക് ചെയ്യുക എന്നത് ഞാൻ ഭയപ്പെടൂല. അതുപോലെ നമ്മുടെ ഈ ഉമ്മത്തിന് ഇജ്മാഉം ഹുജ്ജത്തും ഉണ്ട്, ഇഖ്തിലാഫും ഉണ്ട്. ഇഖ്തിലാഫും ഇജ്മാഉം ഹുജ്ജത്തും ഇഖ്തിലാഫും അത് റഹ്മത്താണ്. ഇങ്ങനെ 4 മദ്ഹബുകളും നമുക്ക് ആക്കിയിട്ടുണ്ട്. ഈ 4 മദ്ഹബുകളും ഇത് ഹക്കാണ്, ഇത് റഹ്മത്താണ്. ഇങ്ങനെ തുടങ്ങി ധാരാളം വ്യത്യസ്തതകളും പവിത്രതകളും ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഓരോ പ്രത്യേകതകളും പദവികളും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. ഇതെല്ലാം മുത്തുനബിയുടെ ഉമ്മത്തായതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. അള്ളാഹുവെ, മുത്തുനബിയുടെ യഥാർത്ഥ ഉമ്മത്തുകളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇലാ ഹളറത്തിൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹളറാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ.